ശ്രീ റിയാസുദ്ദീൻ KP, ഇന്ന് വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ പാലക്കാട് കണ്ടു. താൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജിവെച്ചത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വളരെ ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉന്നയിക്കപ്പെട്ടു. ഞങ്ങളോട് സംസാരിച്ച അവന്തിക ഉടൻ തന്നെ പരാതി ഫയൽ ചെയ്യും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവന്തിക തുറന്നു പറയുമ്പോൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ കോൾ അവന്തികയ്ക്ക് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ഇപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അവിടെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജി എന്ന വാദത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിനപ്പുറം MLA സ്ഥാനത്ത് തുടരാൻ തന്നെയുള്ള നീക്കമാണ് നടത്തുന്നത്. അതിൽ നിങ്ങളുടെ നിലപാടെന്താണ്? സമാനമായ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ ഇതുപോലെ MLA സ്ഥാനം രാജിവെച്ച ഒരു ചരിത്രം കേരളത്തിനില്ല എന്നത് ചൂണ്ടിക്കാട്ടി ആ നിലപാട് തുടരാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ എന്തു ചെയ്യും? നമസ്കാരം. ഇവിടെ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി അതുപോലെ തന്നെ കോൺഗ്രസിനെ പ്രതിനിധിച്ച് വസന്തം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ അതിലേക്കുള്ള മറുപടിയായിട്ട് ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങൾ അവസാനം സൂചിപ്പിക്കാം. ഒന്ന്, ഇവിടെ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് MLA കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നോ രണ്ടോ പരാതിയല്ല, കഴിഞ്ഞ ദിവസമാണ് പ്രധാനപ്പെട്ട മലയാളത്തിലെ ഒരു നടി വളരെ ഗൗരവതരമായ ഒരു ആക്ഷേപവുമായി നേരിട്ട് വരുന്നത്. റിനി ആൻ ജോർജ്, അവരുടെ പേര് വെളിപ്പെടുത്തുന്നതിൽ പ്രയാസമില്ലാത്തതുകൊണ്ട് പറയുന്നു. അപ്പൊ ഇവിടെ വസന്ത് ചോദിക്കുന്നത് കണ്ട് നേരിട്ട് വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി കൊടുത്തോ എന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കോൺഗ്രസ് അനുഭാവിയാണോ അല്ലേ എന്നുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. നേരിട്ട് പിതൃതുല്യയായി കാണുന്ന KPCCയുടെ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, KPCCയുടെ നേതാവ് കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കണ്ട് ഈ പരാതി ബോധിപ്പിച്ച സമയത്ത് അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞത്, റിനിയോട് പറഞ്ഞത്, അത് രാഹുലിന്റെ മിടുക്കാണ് എന്നാണ്. അതെല്ലാം അവര് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. അത് രാഹുലിന്റെ മിടുക്കാണ്. ഏത് കുട്ടികളെ അല്ലെങ്കിൽ ഈ പറയുന്ന യുവതികളെ ഇൻസ്റ്റഗ്രാം വഴി, വാട്സപ്പ് വഴി ഇത് രണ്ടും ബ്ലോക്ക് ചെയ്താൽ പിന്നെ ഗൂഗിൾ പേ വഴി മെസ്സേജ് അയക്കുന്നു. അവര് സൗകര്യപ്രദമായ സ്ഥലത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കുന്നു, അവിടേക്ക് ക്ഷണിക്കുന്നു, അവിടെ വെച്ച് കാര്യം സാധിക്കുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലോ മറ്റോ കൊണ്ടുപോയി ഗർഭചിത്രം, ഇന്നിപ്പോ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പൊ ഒന്നോ രണ്ടോ ആളുകളോടല്ല. ഇപ്പൊ വസന്ത് നിയമസഹായമൊക്കെ കൊടുക്കാൻ തയ്യാറായാൽ ഒരു റിനിക്കോ ഒരു അവന്തികക്കോ മാത്രം കൊടുത്താൽ മതിയാവില്ല. ഇവരുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ സമയത്തും അവന്തികയുടെ കാര്യം ഞാൻ ഇപ്പൊ വൈകിട്ടാണ് മനസ്സിലാക്കിയത്, നിങ്ങളുടെ ചാനലിൽ തന്നെ. പാലക്കാട് കാരി കൂടിയായിട്ടുള്ള ട്രാൻസ് വിമണോട് പോലും ഈ MLA ആയിട്ടുള്ള വ്യക്തി പെരുമാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവര് വളരെ സങ്കടത്തോടു കൂടി, വേദനയോടു കൂടി അവര് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കിയത്, കോൺഗ്രസിനകത്ത് തന്നെ ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധത്തിൽ തന്നെ ഞാൻ സംസാരിച്ചതുപോലെ ശ്രീമതി സോണിയാഗാന്ധി ഒഴികെ കോൺഗ്രസിനകത്ത് ജീവിച്ചിരിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാ വനിതാ നേതാക്കൾക്കും ഇയാള് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവരോട് സമീപിച്ചിട്ടുണ്ട്, മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലായിട്ടുള്ളത്. പത്മജ വേണുഗോപാൽ മുൻ നേതാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഒരു വല്ലാത്ത രീതിയിൽ ചികിത്സിക്കപ്പെടേണ്ട ഒരു അസുഖത്തിന് അടിമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. ഇത് നിയമപരമായ ചികിത്സ സംവിധാനം മാത്രമല്ല വേണ്ടത്. ഇവിടെ അവന്തിക ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിലെ ട്രാൻസ് സമൂഹത്തോട് ഉൾപ്പെടെ ഈ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ വലിയ ധാർമ്മികതയും നീതിയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ലോകത്ത് എന്ത് നടന്നാലും, ആമസോൺ കാടിന് തീ പിടിച്ചാലും പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞ സമരം ചെയ്യുന്നവരാണ് ഈ പറയുന്ന രാഹുൽ ഉൾപ്പെടെ. അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയൊക്കെ പേരെടുത്ത് മാത്രമാണ് അഭിസംബോധന ചെയ്യുക. വിജയൻ എന്നൊക്കെ വിളിക്കുക. കേരളത്തിലെ പരിണതപ്രജ്ഞരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എല്ലാം വളരെ ബഹുമാനത്തോടു കൂടി രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റിവെച്ച് അഭിസംബോധന ചെയ്യുമ്പോഴും വിജയൻ എന്നെല്ലാം പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യം, അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ, ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.
സ്വയം അങ്ങനെ ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെച്ചു. മറ്റൊരു നിവൃത്തിയില്ലാതെ ഇവിടെ KPCCയുടെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നെല്ലാം നടപടി വരുമെന്ന് ഉറപ്പായപ്പോൾ ആ രാജിവെക്കാൻ അദ്ദേഹം പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും ഉപയോഗിച്ച ഭാഷയും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ശക്തമായി നടക്കും. ഇവിടെ DYFIക്ക് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. പാലക്കാടിനെ പ്രതികരിക്കുന്ന MLA എന്ന നിലയ്ക്ക് ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല. അതിൽ ഇനി കോൺഗ്രസിന് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ വസന്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണല്ലോ, നാളെ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമാണ്. അദ്ദേഹത്തിന്റെ തന്നെ പാറ്റേൺ ആയിട്ടുള്ള ജില്ലയിലേക്ക് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചപ്പോ ഞങ്ങളുടെ നാട്ടിലെ KPCC പ്രസിഡന്റ് തങ്കപ്പനല്ല പൊന്നപ്പനാണ് ദീർഘദൃഷ്ടിയുടെ കാര്യത്തിൽ. അദ്ദേഹം പറഞ്ഞു, ഈ ചരക്കിന് ഇവിടെ വേണ്ട. അന്ന് ആരൊക്കെ ഒപ്പിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ഈ മുതലിനെ പാലക്കാട്ടിലേക്ക് വേണ്ടെന്ന് പരസ്യമായി ഹൈക്കമാൻഡിനും KPCCക്കും കത്തെഴുതിയ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പിട്ട ആ പരാതിയിൽ ആദ്യം ഒപ്പിട്ട പാലക്കാട്, പിന്നീട് ഇദ്ദേഹത്തിന്റെയൊക്കെ ഇഷ്ടക്കാരനായി ഞങ്ങൾ അറിയാൻ വേണ്ടി പറ്റി ഉദ്ഘാടനം ചെയ്യുന്ന പാലക്കാട് നഗരസഭ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ അത്രക്ക് കൂട്ടും ധൈര്യവും ആർജവും ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, മാങ്കൂട്ടത്തിൽ ആ പരിപാടിയിൽ ഒന്ന് പങ്കെടുത്ത് നോക്കുക. അപ്പൊ അറിയാം പാലക്കാട്ടെ DYFI എന്താണ്. അതായത് ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് വളരെ പാവപ്പെട്ട പെൺകുട്ടികളെ, ട്രാൻസ് ഹ്യൂമൻസിനെ, യുവതികളെ, പ്രായം ചെന്നവരെ എല്ലാവരും ഇവിടെ പറഞ്ഞല്ലോ, വാട്സപ്പിൽ ആദ്യം മെസ്സേജ് അയക്കുന്നു, ആദ്യം ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെടുന്നു. ഇവരൊക്കെ ജീവിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണല്ലോ. ഇൻസ്റ്റഗ്രാം എന്ന് കണ്ടുപിടിക്കാത്തൊരു കാലത്താണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലും ഈ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? നല്ല റീൽസ് ഇടുന്നു, അതിലൂടെ ആ കുട്ടികൾ ലൈക്ക് ചെയ്യുന്നു, അവർക്ക് മെസ്സേജ് അയക്കുന്നു, ഫോളോ ചെയ്യുന്നു, പരിചയപ്പെടുന്നു, പിന്നെ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ വാട്സപ്പിലൂടെ നമ്പർ വാങ്ങി കാര്യം അറിയിക്കുന്നു. അപ്പൊ ഒരു ഘട്ടം കഴിയുമ്പോൾ അത്യാവശ്യം ആത്മാഭിമാന ബോധമുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ അവസാനത്തെ കൈ എന്ന നിലക്കാണ് പിന്നെ മെസ്സേജ് അയക്കുന്നത്. അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഗൂഗിൾ പേ ഒക്കെ നമ്മൾ സാധാരണ പണമിടപാടിന് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നടക്കം വിജയകരമായി കണ്ടെത്തി വിജയിപ്പിച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ ഇത് വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കാര്യം പറഞ്ഞ അവസാനം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലേക്ക് തന്നെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും പരാതികളും ആ സംഘടനകത്ത് നിന്ന് തന്നെ ഞങ്ങൾ ഉന്നയിച്ചതല്ല നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതും, പാലക്കാട്ടെ MLA ആയിട്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ഇവിടെ വരുന്ന ദിവസം തൊട്ട് ഷാഫി പറമ്പിൽ ഇവിടെ ഇപ്പൊ ബീഹാറിലേക്ക് മുങ്ങിയോ? ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് മുങ്ങി. VD സതീശൻ ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മാലിന്യത്തെ പേറുന്ന ഏറ്റവും വലിയ അഴുക്ക് എന്താണ് ഇവർ ഈ പറയുന്ന ഈ ഷാഫി പറമ്പിലും ഈ VK ശ്രീകണ്ഠനും ഈ VD സതീശനും എല്ലാം ഇവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം. ഇവരാണ് ഈ വ്യക്തത വരുത്തിക്കോട്ടെ. രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നതാണോ അതോ പൊതു ചടങ്ങുകളിൽ കാലുകുത്തിക്കില്ല എന്നതാണോ DYFI പറയുന്നത്? MLA എന്ന നിലയ്ക്ക് പാലക്കാടിന്റെ MLA എന്ന നിലയ്ക്ക് പൊതുപരിപാടികൾ MLA ആയി പങ്കെടുക്കേണ്ട ഒരു പരിപാടികളിലും ഞങ്ങൾ കൃത്യമായിട്ട് പറയാണ്. നാളെ പാലക്കാട് പരിപാടിയുണ്ട്, 25-ന് പാലക്കാട് MLA എന്ന നിലയ്ക്ക് അദ്ദേഹം പങ്കെടുക്കേണ്ട പരിപാടിയുണ്ട്, അതിനിടക്കുള്ള പരിപാടിയുണ്ട്. മറ്റു പൊതുപരിപാടികളിൽ അദ്ദേഹം നടത്തുന്ന ധാരാളം പരിപാടികൾ MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയല്ലേ MLA എന്ന നിലയ്ക്ക് പരിപാടി പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ MLA സ്ഥാനം അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കണം. ശരി, വളരെ വ്യക്തമായി താങ്കൾ